ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്നെല്ലാവരും പ്രാർത്ഥിച്ച് ഈ വലിയ ആഴ്ച ദൈവവചനം കേൾക്കുമ്പോൾ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്ററൊക്കെ വരികയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം. ഇതെല്ലാം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. വലിയൊരു ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുവാണ്. വലിയൊരു ഓർമ്മയെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് കേട്ട ഈ വചനം ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് നിങ്ങൾക്ക് വണ്ടിയുണ്ടോ, കാറുണ്ടോ, ജീപ്പുണ്ടോ, ജോലിയുണ്ടോ എന്ന് മാത്രമല്ല, ദൈവത്തെ തേടുന്നവരുണ്ടോ, ദൈവത്തോട് ബന്ധമുണ്ടോ, ദൈവത്തോട് സ്നേഹമുണ്ടോ, ദൈവത്തോടുള്ള ആശ്രയത്വം ഉണ്ടോ എന്നാണ്. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിച്ച് ആനന്ദവും സന്തോഷവും അവർക്കുണ്ടാവുന്ന, ആനന്ദിക്കും, സന്തോഷിക്കും. നിങ്ങളുടെ കുടുംബം ആനന്ദിക്കും, സന്തോഷിക്കും. മക്കളുടെ നന്മ കണ്ട് ആനന്ദിക്കും, സന്തോഷിക്കും. ദൈവം നൽകുന്ന ചില നന്മകൾ കണ്ട് ആനന്ദിക്കും, സന്തോഷിക്കും. ആ പ്രതിസന്ധികൾ മാറി, ആ ദുഃഖം മാറി, ആനന്ദവും സന്തോഷത്തോടെ കയറി വരും. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ദിവസം വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരത്തില്ല, ഒരു തിന്മയും വരത്തില്ല, ഒരു അനർത്ഥവും വരത്തില്ല. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനം ശരീരത്തെ അകവും പുറവും കാത്തുകൊള്ളണമേ. ആരോഗ്യമുള്ള ശരീരവും ദീർഘായുസ്സും നൽകണമേ. സമാധാനവും സന്തോഷവും ഞങ്ങളുടെ വീട്ടിൽ വരണമേ. മാനസാന്തരം കൊടുക്കണമേ. സമാധാനം, ആത്മീയ അഭിവൃദ്ധി നൽകണമേ. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കണമേ. സ്നേഹം വർദ്ധിക്കണമേ. കൂട്ടായ്മ വർദ്ധിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വഴക്കും പ്രയാസങ്ങളും മാറട്ടെ. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അതിശക്തമായ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ അർത്ഥത്തിലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കാം. ഈ വചനം സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നാളെയും 5:30 തന്നെ, തിരക്കുണ്ടെങ്കിലും 5:30 തന്നെ എഴുന്നേറ്റ് ആ വചനം കേൾക്കാൻ മനസ്സ് വയ്ക്കുക. നാളെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.